പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ശാരദയെയും മക്കളെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു വരുത്തി വിളമ്പിക്കൊടുത്തുകൊണ്ട് സുജാത അവരെ പരിഹസിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. മകൻ പോയിട്ട് അവന്റെ മുത്തപ്പ വന്ന് പറഞ്ഞാലും അതൊന്നും കേൾക്കുന്നവളല്ല ഈ സുജാത. നീയും മക്കളും ഇവിടെ നിൽക്കേണ്ടതേ എന്റെ ആവശ്യ. കഴിഞ്ഞു പോയതൊക്കെ ഓർത്ത് നീ ഒന്ന് പശ്ചാത്തപിക്കണം. അത് കണ്ട് എനിക്കൊന്ന് സന്തോഷിക്കണം. ഞാനും എന്റെ മകനും ഒഴുകിയ കണ്ണീരിന് വിലയുണ്ടല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയണം. അപ്പോഴേ ഞങ്ങളൊക്കെ ഈ ലോകത്തെ കറിവേപ്പിലല്ലാന്ന് ബോധ്യാവൂ. അതുകൊണ്ട് നീയും മക്കളും ഇവിടെ തന്നെ വേണം ശാരദേ. അല്ല, എല്ലാവരും വയറു നിറച്ചിട്ടേ പോവാവൂ കേട്ടോ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. അടുത്ത ഭക്ഷണത്തിനുള്ള വകുപ്പുണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞ് സുജാത അവിടുന്ന് പോകുമ്പോഴേക്കും സങ്കടത്തോടെ ഇരിക്കുന്ന നിളയോടായി കഴിക്കുമോളെ എന്ന് യമന പറയുന്നുണ്ട്. എനിക്ക് വേണ്ട ചേച്ചി, വിശപ്പില്ലെന്ന് നിളയും. പിന്നീട് തന്റെ തയ്യൽ കടയിൽ ടെൻഷനോടെ ഇരിക്കുന്ന വിനീതിനെയാണ് കാണിക്കുന്നത്. കൂടെ നിവിനും ആസിഫുമുണ്ട്. അപ്പോഴാണ് കാവേരി അങ്ങോട്ട് വരുന്നത്. എന്താ കാവേരി എന്ന് നിവിൻ ചോദിക്കെ, ഞാൻ ജയപാലൻ അങ്കിളിനെ കാണാൻ പോയിരുന്നു. ബാങ്ക് ലോണിന്റെ കാര്യം അറിയാനെന്ന് കാവേരി പറയെ, അങ്കിൾ എന്താ പറഞ്ഞതെന്ന് നിവിനും ചോദിക്കുന്നുണ്ട്. 5-8 മാസമായിട്ട് അച്ഛൻ പണം അയക്കുന്നില്ലെന്നായിരുന്നു അങ്കിള് പറഞ്ഞത്. അച്ഛന് ജോലി ഇല്ലായിരുന്നുവെന്ന് കാവേരി പറയെ, അതെങ്ങനെ ശരിയാവും കാവേരി? അങ്ങനെയായിരുന്നെങ്കിൽ ആദ്യം അമ്മാവൻ ആ ലോൺ തീർക്കാനല്ലേ നോക്കൂ. അമ്മാവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആദ്യം ബാങ്കിലേക്കല്ലേ പോവൂ. വീട് കടത്തിലിരിക്കുമ്പോ അമ്മാവൻ ഗംഗയുടെ കല്യാണം നടത്താൻ നോക്കൂ. പ്രത്യേകിച്ച് അരവിന്ദൻ അമ്മാവനെ പോലൊരാള്, ഒരിടത്തും കടമോ ബാധ്യതയോ വരുത്തി വെക്കാത്തൊരാള്. ഞാൻ ഇല്ലാണ്ടായാലും എന്റെ കുടുംബം കടക്കാരാവരുത്. ഇതിനുവേണ്ടിയാ ഞാൻ ഇങ്ങനെ അധ്വാനിക്കുന്നെന്ന് അമ്മാവൻ എപ്പോഴും പറയും എന്ന് വിനീത് പറയെ, ഗംഗേച്ചിയുടെ കല്യാണം മാത്രമല്ല അച്ഛനൊരു തോട്ടവും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിനീതേട്ടാ. താഴെയുള്ളവരുടെയൊക്കെ കല്യാണം ആർഭാടമായി നടത്തണമെന്ന് പറഞ്ഞ് വീണ്ടും ഗൾഫിലേക്ക് പോവാൻ ഇരിക്കുകയായിരുന്നു അച്ഛൻ. ജോലിക്ക് സ്ഥിരതയില്ലാതെ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. ഗൾഫിൽ ചെന്നിട്ട് എല്ലാം നേരെയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമെന്ന് നിവിനും. അച്ഛൻ അങ്ങനെ ബാധ്യതയൊന്നും കൊണ്ട് നടക്കുന്ന ആളല്ല നിവിൻ എന്ന് കാവേരി പറയേ, കാവേരി തൽക്കാലം നമുക്ക് വീട് തിരിച്ചു പിടിക്കല്ലേ ആവശ്യം. ഞാൻ അമ്മയോട് പറഞ്ഞൊരു 10 ലക്ഷം എന്നവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കാവേരി തടഞ്ഞ്, വേണ്ട, ബാധ്യത ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുന്നല്ലേ ഉള്ളൂ. അച്ഛനുണ്ടായിരുന്നപ്പോ രാജകുമാരിമാരെ പോലെയാ അച്ഛൻ ഞങ്ങളെ നോക്കിയിരുന്നത്. ആരുടെയെങ്കിലും മുമ്പില് ഔദാര്യത്തിന് കൈനീട്ടിയ അച്ഛന്റെ ആത്മാവ് പോലും പൊറുക്കില്ല. ശരി, ഞാൻ പോട്ടെ വിനീതേട്ടാ. അമ്മയൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. പറയാനുള്ളത് സന്തോഷമുള്ള കാര്യമല്ലെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ടെൻഷനോടെ കാവേരി പറയേ, കാവേരി ഞാൻ വേണമെങ്കിൽ കൊണ്ടുവിടട്ടെ എന്ന് വിനീതു. വേണ്ട വിനീതേട്ടാ, ഇപ്പൊ ഒരു ആത്മധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. ഇനി വേറൊന്നും നഷ്ടപ്പെടാനില്ലെന്ന് തോന്നുമ്പോൾ ഉള്ളിലുള്ളൊരു ധൈര്യമില്ലേ, അത് തന്നെ എന്ന് പറഞ്ഞ് നിവിനെയും ഒന്ന് നോക്കിക്കൊണ്ട് കാവേരി അവിടെ നിറങ്ങുക. പിന്നീട് ജയപാലന്റെ വീടാണ് കാണിക്കുന്നത്. പ്രവീണ തുണിയെല്ലാം മടക്കി അലമാരയിൽ വെക്കുമ്പോഴാണ് അതിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് താഴോട്ട് വീഴുന്നത്. അവൾ കുനിഞ്ഞതെടുക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന ജയപാലനം അത് അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി, ഇങ്ങോട്ട് താ, നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ എടുക്കാൻ എന്ന് ചോദിക്കും. ഞാൻ എടുത്തതൊന്നുമല്ല, തുണി അടുക്കി വെക്കുമ്പോ താഴെ വീണതാ. എന്താ അതില് എന്ന് പ്രവീണ ചോദിക്കേ, എന്തെങ്കിലും ആയിക്കോട്ടെ, നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ എന്ന് ജയപാലനും. എന്താണെന്ന് പറഞ്ഞൂടെ, അതോ ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ലതുമാണോ എന്ന് പ്രവീണ വീണ്ടും ചോദിക്കേ, ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ എന്ന് ജയപാലനും. അതിൽ അരവിന്ദൻ എന്നൊക്കെ എഴുതിയത് കണ്ടല്ലോ എന്ന് പ്രവീണ ചോദിക്കേ, കണ്ടാ, എന്നാ പിന്നെ അതങ്ങ് മനസ്സിൽ വെച്ചോ, ആരോടും പറയാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് ആ കാവേരിയോട്. മനസ്സിലായോ, ചുമ്മാ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാനായിട്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞ് ജയപാലൻ ആ പേപ്പേഴ്സുമായി മുറ്റത്തെത്തി അത് തീ കൊളുത്തി കത്തിച്ച് കളയുന്നുണ്ട്. ഈ ഒരു പേപ്പർ മാത്രം മതി അരവിന്ദന്റെ പണം മുഴുവൻ കൈക്കലാക്കിയത് ഞാനാണെന്ന് മനസ്സിലാക്കാൻ. എന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പേപ്പറും ഇനി വേണ്ട എന്ന് മനസ്സിൽ പറഞ്ഞ് ജയപാലൻ ആ പേപ്പറിന്റെ ചാരം കാലുകൊണ്ട് തട്ടി മാറ്റുകയാണ്. പിന്നീട് നിവിനും ആസിഫും റിസോർട്ടിലേക്ക് എത്തുമ്പോഴേക്കും രാജേശ്വരി അവനോടായി, നിവിൻ, ഞാൻ നിനക്ക് കുറച്ച് പണം തന്നിരുന്നു. ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. അതെന്തായാലും ആവശ്യത്തിന് ഉപകരിച്ചോന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് പറയേ, അമ്മയ്ക്ക് ഞാൻ പണം മടക്കി തന്നേക്കാമെന്ന് നിവിനും. രാജേശ്വരിക്ക് അത്രയും ഗതികേട് വന്നിട്ടില്ല. പാത്രം അറിഞ്ഞു വേണം വിളമ്പാൻ എന്നൊരു ചൊല്ലുണ്ട് പഴമക്കാർക്കിടയിൽ. അതെന്റെ മകനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുവെന്ന് മാത്രം നിനക്കൊരു പാഠമായിരിക്കട്ടെ എന്ന് രാജേശ്വരിയും. നിവിനും ദേഷ്യത്തോടെ, അമ്മ പറഞ്ഞത് ഞാൻ പഠിച്ചില്ല, പക്ഷേ വേറൊന്ന് പഠിച്ചു. പണം കൊണ്ട് എല്ലാം വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ലെന്ന്, ആത്മാഭിമാനത്തിന്റെ വില വലുതാണെന്ന് എന്ന് പറഞ്ഞ് നിവിൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും രാജേശ്വരി അവിടെ തന്നെ നിൽക്കും. പിന്നീട് രാത്രിയാവുമ്പോ വിനീതിന്റെ വീടാണ് കാണിക്കുന്നത്. റൂമിൽ അമ്മയുടെ മടിയിൽ കിടക്കായിരുന്ന നിളയും, വിശക്കുന്നമ്മേ എന്ന് പറയേ, മിണ്ടാണ്ട് കണ്ണടച്ച് കിടന്നോ കേട്ടോ, കുറച്ചു കഴിയുമ്പോൾ ഉറക്കം വരുമെന്ന് ശാരദയും പറയുന്നുണ്ട്. അപ്പോഴാണ് വിനീത് തന്റെ ബൈക്കിൽ പാർസലുമായി അങ്ങോട്ട് വരുന്നത്. സുജാത അവിടെ അടുക്കളയിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. വിനീത് അകത്തേക്ക് കയറി, അമ്മായി, ഗംഗേ, നിളമോളെ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കെ, അമ്മേ, ദേ വിനീതേട്ടൻ വിളിക്കുന്നു എന്ന് അമ്മയുടെ മടിയിൽ നിന്ന് എണീറ്റുകൊണ്ട് നിളയും പറയുന്നു. കാവേരി, യമുനെ, വാ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അവനാ പാർസൽ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ച് വിളിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് ഓടി വരുമ്പോഴേക്കും നിള വിനീതിനോടായി, എന്താ വിനീതേട്ടാ കഴിക്കാൻ എന്ന് ചോദിക്കേ, പൊറോട്ടയാ എന്ന് പറഞ്ഞ് ഗംഗയോട് പ്ലേറ്റ് എടുക്കാനായി പറയുക. ഗംഗ പ്ലേറ്റ് എടുക്കുമ്പോഴേക്കും എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് ഇരിക്കുക. അവൻ പൊതിയഴിച്ച് എല്ലാവരുടെ പ്ലേറ്റിലേക്കും പൊറോട്ട വിളമ്പുമ്പോഴേക്കും ടെൻഷനോടെ ഇരിക്കുന്ന നിളയെ കണ്ട്, എന്താ മോളെ എന്ന് ചോദിക്കേ,
അച്ഛനും ഒരുപാട് ഇഷ്ടമായിരുന്നു പൊറോട്ട എന്നവൾ സങ്കടത്തോടെ പറയേ. അതിനെന്താ, അമ്മാവന്റെ കോട്ട കൂടി ചേർത്ത് നമ്മൾ ഇന്ന് സന്തോഷത്തോടെ കഴിക്കുന്നു പോരെ എന്ന് വിനീതു. അപ്പോഴേക്കും സുജാതയും അടുക്കളയിൽ നിന്ന് എത്തി നോക്കിക്കൊണ്ട് നിൽപ്പാ. ശാരദ സങ്കടത്തോടെ ഇരിക്കുന്ന കണ്ട് അമ്മായി കഴിക്കമ്മായി എന്ന് വിനീത് പറയേ. അമ്മ ഇന്നൊന്നും കഴിച്ചില്ലെന്ന് നിള പറയുന്നുണ്ട്. ഇത് പറ്റി അമ്മായി എന്ന് വിനീത് ചോദിക്കേ. ഞങ്ങളൊക്കെ കുറെ നിർബന്ധിച്ചതാ, എന്നിട്ടും അമ്മയൊന്നും കഴിച്ചില്ല എന്നവൾ പറയേ. ശാരദ തലയുയർത്തി അടുക്കള വശത്ത് നിൽക്കുന്ന സുജാതയൊന്ന് നോക്കുന്നുണ്ട്. വിനീതും സംശയത്തോടെ അമ്മയെ തിരിഞ്ഞു നോക്കേ. നീ എന്തിനാ എന്നെ നോക്കുന്നേ? എന്നത്തെയും പോലെ ഞാൻ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേട്ടില്ല, അമ്മയ്ക്ക് ബോധിച്ചില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യാനാ എന്ന് ചോദിക്കേ. വിനീത് എല്ലാവരോടുമായി നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട, അമ്മായി കഴിക്ക് മക്കളെ എന്ന് അവൻ പറയുമ്പോഴേക്കും ശാരദയും വിനീതിനെ മോനെ എന്ന് വിളിക്കുന്നുണ്ട്. അത് കേട്ട സുജാതയും എന്തോന്ന് വിളിക്കുന്നു നിങ്ങള്? മോനെന്നോ? നിങ്ങൾക്ക് ആള് തെറ്റി. ഇത് എന്റെ മോൻ വിനീത്, നിങ്ങളുടെ വീട്ടിലെ വെള്ളം കോരാനും വിറക് വെട്ടാനും നിർത്തിയ പയ്യൻ. നിങ്ങളുടെ മോൻ ആ ദുബായിക്കാരനല്ലേ? അവന്റെ മുമ്പിൽ പോയി നിന്ന് ഒലിപ്പിക്കേ പൂങ്കണ്ണീര് എന്ന് സുജാത ദേഷ്യത്തോടെ പറയേ. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ അമ്മായി എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയോ? ആ കല്യാണം നടന്നിരുന്നെങ്കിലേ നീ ഇപ്പോ കൊമ്പത്തായിരുന്നേനല്ലോ. ഞങ്ങളെയും വേണ്ട, ഈ വീടും വേണ്ട. എടി, എന്റെ മോന്റെ കടയുടെ മുമ്പിൽ നിന്ന് നിന്റെ ഫോട്ടോ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞവളല്ലേടി നീ? ഓ, കാര്യങ്ങളൊക്കെ അവള് നിശ്ചയിച്ച പടിക്ക് നടക്കാതിരുന്നപ്പോ അത് കഴിഞ്ഞു പോയില്ലേന്ന് അങ്ങനെ നീ വിചാരിക്കുമ്പോ ഓരോന്നും തുടങ്ങാനും നടത്താനും ഒന്നും മനസ്സില്ലടി എന്നമ്മ പറയുന്നത് കേൾക്കേ. ടെൻഷനോടെ അമ്മയ്ക്ക് ഇത് നിർത്തിക്കൂടെ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. അയ്യോ, അവളൊന്ന് മൂക്കൊലിപ്പിച്ച് കാണിച്ചപ്പോ അവന്റെ നെഞ്ചു പൊള്ളുന്നു. എടാ, ഇതാടാ നിന്റെയൊക്കെ ശാപം എന്ന് പറഞ്ഞ് സുജാത അടുക്കളയിലേക്ക് പോവുകയാ. വിനീതും യമുനയോടായി യമുന അമ്മമ്മ എവിടെ എന്ന് ചോദിക്കേ. ഒന്ന് മയങ്ങിയെന്ന് തോന്നുന്നു എന്ന് യമുനയും. ഈ വിളിച്ചോണ്ട് വായെന്ന് വിനീത് പറയുമ്പോഴേക്കും യമുന അമ്മമ്മയെ വിളിക്കാനായി പോവുകയാ. വിനീത് അപ്പോഴേക്കും കഴിക്കാതെ ഇരിക്കുന്ന നിളയോടായി മോളെന്താ കഴിക്കാതിരിക്കുന്നേ എന്ന് ചോദിക്കേ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ പൊറോട്ട എനിക്ക് പിച്ചി തന്നേനെ എന്ന് നിളയും. അതിനെന്താ, ഞാൻ പിച്ചി തരാലോ എന്ന് പറഞ്ഞ് വിനീത് അവളുടെ അടുത്തേക്കിരുന്ന് അവളെ പൊറോട്ട കഴിപ്പിക്കുക. അവൻ കവറിന്ന് ഒരു പൊതിയെടുത്ത് അയ്യോ ഇത് ഗംഗയ്ക്കുള്ള സ്പെഷ്യലാ, ചിക്കി പൊരിച്ച മുട്ട എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഗംഗച്ചിക്ക് ചിക്കി പൊരിച്ച മുട്ട ഇഷ്ടാണെന്ന് വിനീതേട്ടൻ എങ്ങനെ അറിയാം എന്ന് നിള ചോദിക്കുന്നുണ്ട്. അതിപ്പോ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാലോ എന്ന് വിനീത് പറയുമ്പോഴേക്കും അത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കായിരുന്ന സുജാതയും യോ ഇങ്ങനെ ഒരു നാണം കെട്ടവൻ എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും യമുന അമ്മമ്മയെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരികയാ. വിനീത് അമ്മമ്മയെ കണ്ട് അമ്മമ്മ വാ ഇരിക്കേ എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും സുജാത അങ്ങോട്ട് വന്ന് ആ അമ്മ ഇത് വല്ലതും അറിഞ്ഞോ എന്ന് ചോദിക്കേ. എന്താടി എന്ന് അമ്മയും. കൊച്ചുമോൻ പ്രേമം മൂത്തിട്ടെ പൊറോട്ടയും മുട്ടക്കറിയും മുട്ട ചിക്കിപ്പൊരിച്ചതുമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രായത്തിൽ അമ്മയ്ക്ക് ഇത് വല്ലതും ദഹിക്കോ എന്ന് സുജാത ചോദിക്കേ. അമ്മമ്മയ്ക്ക് ഞാൻ ഇഡ്ഡലി വാങ്ങിച്ചിട്ടുണ്ട് എന്നവൻ പറയേ. അതെന്താടാ, ഈ വീട്ടിലെ അടുക്കളയിൽ വേവിച്ച വേവൂലേ എന്ന് അമ്മയും. എന്തിനാ അമ്മ വെറുതെ വഴക്കുണ്ടാക്കുന്നതെന്ന് വിനീത് ചോദിക്കേ. വെറുതെയോ? ഇത്രയും ആൾക്കാർക്കുള്ള ഭക്ഷണം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി അതെന്ത് ചെയ്യണം? കുഴിച്ചു മൂടണോ? കേട്ടില്ലമ്മയ്ക്ക് പിന്നെ പൊറോട്ടയും മന്തിയും പോലുള്ള സ്പെഷ്യൽ ഫുഡൊക്കെ ഇറങ്ങത്തുള്ളൂ. ഏട്ടൻ മരിച്ചിട്ട് സുഖവാസത്തിന് വന്നിരിക്കുകയല്ലേ എന്ന് സുജാത പറയുന്നത് കേൾക്കെ ശാരദയും ഒരു ഞെട്ടലോടെ അവരെ തന്നെ നോക്കിയിരിപ്പാ. പിന്നെ എന്റെ മകൻ ഒരു പൊട്ടനായതുകൊണ്ട് നട്ടല് പൊട്ടി മെഷീൻ ചവിട്ടിട്ടാണെങ്കിലും അവൻ അതൊക്കെ ഒപ്പിച്ചോണ്ട് വന്നോളും, അതനുസരിച്ച് അമ്മയെ കൂടി വഴി പിഴപ്പിക്കണോ എന്ന് സുജാത ദേഷ്യത്തോടെ പറയുന്നത് കേൾക്കെ. സുജാതെ, വേറെ ഗതിയൊന്നും ഇല്ലാത്തോണ്ടാ ഞങ്ങളിവിടെ എന്ന് ശാരദ പറയുമ്പോഴേക്കും അതെനിക്കറിയാം, നിങ്ങൾക്ക് വേറെ ഗതി ഇല്ലാത്തോണ്ടാണ് എന്റെ മോനെയും ഈ വീടുമൊക്കെ വേണ്ടി വന്നതെന്ന്. അല്ലെങ്കിൽ മലയുടെ മുകളിൽ കൂടി അങ്ങ് പറക്കത്തില്ലായിരുന്നോ അമ്മയും മക്കളും കൂടി അങ്ങ് ദുബായിലേക്ക് എന്ന് സുജാത പരിഹസിക്കുന്നുണ്ട്. വിനീതും ദേഷ്യത്തോടെ അമ്മയോടെ പറഞ്ഞത് മിണ്ടാതിരിക്കാം എന്ന് ഉച്ചവയ്ക്ക്. മിണ്ടാതിരിക്കത്തില്ലടാ, അതോ നിന്റെ രാജകുമാരിയെയും കുടുംബത്തെയും താമസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി തരണോ എന്നവർ ചോദിക്കേ. അങ്ങനെയാണെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞ് വിനീതവും കൈ കൂപ്പുകയാണ്. അത് കേൾക്കെ സുജാതയും കരച്ചിലോടെ അമ്മ ഇത് കേട്ടോ, ഒരു പെണ്ണിന്റെ നിഴൽ വീട്ടിൽ വന്നപ്പോൾ അവൻ പറഞ്ഞത് കേട്ടോ, എന്നോട് ഇതുവരെ മറുത്തൊരക്ഷരം പറയാത്ത ചെറുക്കനാ എന്ന് പറഞ്ഞ് കരയുമ്പോഴേക്കും അച്ഛമ്മയും ഒന്ന് നിർത്ത് സുജാത, ഭക്ഷണം കഴിക്കുമ്പോഴാണോ വഴക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെ എല്ലാരും കൂടി അങ്ങ് കഴിക്കേ, ഞാനൊന്നും പറയുന്നു, ഞാൻ ഉണ്ടാക്കി വെച്ചതെല്ലാം വെട്ടി മൂടാം, അതാ നല്ലത് എന്ന് പറഞ്ഞ് സുജാത വീണ്ടും അടുക്കളയിലേക്ക് പോവുകയാ. അമ്മമ്മേ അത് പോട്ടെ, വാ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് വിനീത് അമ്മമ്മയെ അങ്ങോട്ട് വിളിച്ചിരുത്തുകയാ. പിന്നീട് ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഉറങ്ങുമ്പോഴേക്കും ശാരദ മക്കളുടെ അടുത്ത് ഉറങ്ങാതെ കണ്ണീരോടെ കിടക്കുക. പിന്നീട് അവർ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് തന്റെ മക്കളെയെല്ലാം കണ്ണീരോടെ നോക്കിയിരിപ്പാ. അരവിന്ദേട്ടൻ മക്കളെക്കുറിച്ച് അഭിമാനത്തോടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശാരദയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. നല്ല ഉറക്കത്തിലായിരുന്ന മക്കളെയെല്ലാം സങ്കടത്തോടെ വീണ്ടും ഒരു നിമിഷം നോക്കിക്കൊണ്ട് ശാരദ ആ കട്ടിലിൽ നിന്ന് എണീറ്റ് പോവുകയാ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.